OPയിൽ എപ്പോഴും പല അമ്മമാരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, കുഞ്ഞു കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മുടെ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് ആണോ ഹോം ബേസ്ഡ് ഫുഡ് ഐറ്റംസ് ആണോ പ്രിഫർ ചെയ്യുന്നതെന്ന്. ഉറപ്പായിട്ടും ഹോം ബേസ്ഡ് ഫുഡ് ഐറ്റംസ് അമ്മമാർ സ്ക്രാച്ചിൽ നിന്ന് സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. അതിനെ വെച്ച് നമുക്കൊരിക്കലും ഒരു പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസിനെ കമ്പയർ ചെയ്യാൻ സാധിക്കുന്നതല്ല. പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് ലാർജ് ക്വാണ്ടിറ്റി ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് പ്രീ പാക്കേജ് ആയിട്ട് അവൈലബിൾ ആയിട്ട് വരുന്നതാണ്. അത് പലതരത്തിൽ ഉണ്ട്. സീരിയൽ ബേസ്ഡ് ആയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ സീരിയൽ മിൽക്ക് ബേസ്ഡ് ഉണ്ട്, പൾപ്പി വെജിറ്റബിൾ ഫ്രൂട്ട് മിക്സ്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. സീരിയൽ ബേസ്ഡ് ആയിട്ട് വരുന്നതിൻ്റെ അകത്ത് റൈസ്, മില്ലറ്റ്സ്, എഡിബിൾ ഓയിൽസ്, അതോടൊപ്പം തന്നെ നട്ട്സ് ഒക്കെ. മിൽക്ക് ബേസ്ഡ് ആയിട്ട് വരുന്നത് മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്ത് വരുന്നു. പൾപ്പി വെജിറ്റബിൾസും ഫ്രൂട്ട്സുമായിട്ട് വരുന്നതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സീസണബിൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസാണ് വരുന്നത്. ഇതെല്ലാം നല്ല നല്ല കമ്പനികൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്ത് ആഡഡ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇട്ട് സീസണലി നമുക്ക് കിട്ടാത്ത ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്ക് ഇത് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല. പക്ഷേ ഈ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് വരുന്ന സാധനം നമ്മുടെ കയ്യിലോട്ട് എത്തുന്നിടം വരെയും എത്തിയതിനു ശേഷം ഇതിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത്, ബിക്കോസ് യൂസ് ചെയ്യുന്ന സമയത്തും വൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കണ്ടാമിനേഷൻസ് ഒന്നും വരാതെ പ്രോപ്പറായിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലൊക്കെ ഉപയോഗിച്ച് സൂക്ഷിക്കുന്ന കാര്യത്തിലാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. 2, നമുക്ക് എല്ലാവർക്കും അറിയാം, പാക്ക് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വരുന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ വെള്ളത്തിലോ പാലിലോ ഒക്കെ കലക്കിയിട്ടാണ് കൊടുക്കുന്നത്. സോ ഇറ്റ്സ് ടെക്സ്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കൺസിസ്റ്റൻസി ഓൾവേസ് വെരി സ്മൂത്ത്, കഴിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷേ നമ്മൾ 6 മുതൽ 9 മാസത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ടെക്സ്ചറും കൺസിസ്റ്റൻസിയും കൂട്ടിക്കൊണ്ട് വരേണ്ടതുണ്ട്. പക്ഷേ ഇതൊരു സ്മൂത്ത് ബൾക്കി അല്ലെങ്കിൽ അങ്ങനെ കഴിച്ച് കുഞ്ഞുങ്ങൾക്ക് ഹാർഡായിട്ടുള്ള ഫിംഗർ ഫുഡ്സ് ഒക്കെ കഴിക്കാൻ കമ്പാരിറ്റീവ്ലി മടി കാണാറുണ്ട്. ഇതിനകത്ത് ഹിഡൻ ഷുഗർ കണ്ടൻസ് എപ്പോഴും ഒരു കോൺട്രവേഴ്സിയാണ്. അമിതമായിട്ടുള്ള മധുരം നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ടു സം എക്സ്റ്റെൻറ്റ് ഇതിൻ്റെ ടെക്സ്ചർ, ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് എപ്പോഴും ഒരു ഡിലേമയിലാണ് ഇരിക്കുക. നമ്മളെല്ലാവരും മനസ്സിലാക്കണം, അമ്മമാർ വീട്ടിൽ സ്ക്രാച്ചിൽ നിന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഫുഡ് ഐറ്റംസ് എപ്പോഴും ലോക്കലി അവൈലബിൾ, എഡിബിൾ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് നമുക്ക് ന്യൂട്രിയൻ ഡെൻസ് ആയിട്ട് പലതരത്തിൽ മടുപ്പ് തോന്നാതെ കൊടുക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. ഇനി ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്, അമ്മയ്ക്ക് ഇതിൻ്റെ അകത്ത് ഈ ഡപ്പയുടെ പുറത്തുള്ള കണക്കനുസരിച്ച് അമ്മ കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുഞ്ഞിന് വിശപ്പുണ്ടെന്ന് വിചാരിച്ച് ഓവറായിട്ട് കൂടുതൽ കൊടുക്കുന്നതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ, അമ്മ കൊടുക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി വളരെ കഷ്ടപ്പെടുന്ന ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർ 1-2 തവണ ഡെയിലി കൊടുത്തെന്ന് വിചാരിച്ച് തെറ്റൊന്നും ഞാനും പറയില്ല. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം എപ്പോഴും സേഫാണ്.